കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രധാനമായിട്ട് എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? അതിന് തന്നെ മാർക്സിൻ്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ താത്വികമായ അവലോകനം എന്ന് പറയുന്നത്, ഫിലോസോഫി എന്ന് പറയുന്നത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്. അപ്പോൾ അതിൽ നിരീശ്വരവാദമാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം കണ്ണുകൊണ്ട് കാണുന്നത് എന്തോ നമുക്കറിയാലോ, റെനെ ഡെക്കാർട്സ് മുതലായ സ്പിനോസ അങ്ങനെ മുതലായ കുറേ താത്വികന്മാരുടെ ഒരു കാലഘട്ടമായിരുന്നു. ഒരു 14ാം നൂറ്റാണ്ട് തൊട്ട് വേണമെങ്കിൽ കറക്റ്റായിട്ട് പറയാം. അതിന് മുമ്പ് ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടി റീസണബിൾ അങ്ങനെ യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഫിലോസഫീസിൻ്റെ അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ ഐ തിങ്ക് ദർ ഫോർ ഐ എക്സിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഫിലോസഫേഴ്സൊക്കെ വരുന്നൊരു കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്താണ് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു, അതുകൊണ്ട് ഞാൻ വസ്തുക്കളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീടാണ് മറ്റീരിയലിസത്തിൻ്റെ ഒരു കടന്നുവരവ്, ഡയലക്റ്റിക്കൽ മറ്റീരിയലിസം എന്ന് പറയുമ്പോൾ കടന്നുവരവ്. മാറ്ററാണ് യഥാർത്ഥത്തിലുള്ളത് എന്നുള്ളൊരു ചിന്താധാരയിലേക്ക് മനുഷ്യൻ വഴുതി വീഴുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലിജൻ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യന് നമുക്കറിയാലോ പല സ്ഥലങ്ങളിലും ദൈവത്തെ, ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമം എത്താത്ത സ്ഥലങ്ങൾ, വചനം പ്രഘോഷിക്കപ്പെടാത്ത സ്ഥലങ്ങൾ, അവിടെ ഒന്നും ദൈവത്തെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ദൈവമുണ്ട്. വിഗ്രഹങ്ങളായിരിക്കാം, ചിലപ്പോൾ അവരുടെ ദേവന്മാരായിരിക്കും, പക്ഷേ എന്തോ ഉണ്ട് അവർക്ക്. അപ്പോൾ അവരുടെ മനസ്സിൽ ആലേഖനം ചെയ്തൊരു കാര്യമുണ്ട്, ദൈവത്തിലെ കുറിച്ചുള്ള അസ്തിത്വമുണ്ട്. അത് ഏത് മനുഷ്യനായാലും ഇപ്പം ഇതുവരെ ഹ്യൂമൻ ടച്ച് വരാത്ത ഒരു എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ ടച്ച് എന്ന് പറഞ്ഞാൽ ഔട്ടർ വേൾഡിൻ്റെ ഒരു ടച്ച് വരാത്ത സ്ഥലങ്ങളാണ് സെൻറ്റിനെൻ്റൽ ദ്വീപുകൾ. അപ്പോൾ അവിടെയും മനുഷ്യർക്ക് അവിടെ ദൈവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ അപ്പോൾ മറ്റീരിയലിസം, കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ അല്ലെങ്കിൽ തൊട്ടറിയാവുന്നത് കാണുമ്പോൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് മനുഷ്യൻ വരുവാണ്. അങ്ങനെ കൊണ്ടുവരും, അതൊരു റിയാലിറ്റി ആണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഡയലക്റ്റിക്കൽ മറ്റീരിയലിസം. മറ്റീരിയലിസത്തിൻ്റെ പിന്നെ ബാക്കിയുള്ള കാണുന്ന ഭാഗങ്ങൾ, അതുവഴിയാണ് കമ്മ്യൂണിസം എന്നുള്ള ആശയം തഴച്ചു വളരുന്നത്. ഇനി നമുക്ക് ക്രിസ്തുവിൻ്റെ ഭാഗത്തിലേക്കൊന്ന് നോക്കാം. ഇവിടെ യേശു ക്രിസ്തു വന്നു, യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സോഷ്യലിസ്റ്റ് ആശയമല്ലേ? ശരിക്കും പറഞ്ഞാൽ പ്യുവർ സോഷ്യലിസ്റ്റിക് ആശയമാണ്, കമ്മ്യൂണിസ്റ്റിക് ആശയമാണ്. നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആദിമ ക്രൈസ്തവരുടെ സ്വഭാവം എന്തായിരുന്നു? കൃത്യമായിട്ട് പറയുന്നു, ആദിമ ക്രൈസ്തവർ തീക്ഷ്ണതയുള്ളവരായിരുന്നു. അവർ തങ്ങൾക്കുള്ളവ എല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ കൈകളിൽ കൊടുത്തു. അവരിൽ ആരും ദരിദ്രരായിട്ട് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു പക്ഷേ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയമായിരുന്നു. ദൈവനിരാകരണമുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല, അതേസമയം ടോട്ടാലിറ്റേറിയൻ പവറുള്ള കമ്മ്യൂണിസ്റ്റും അല്ല. അല്ലാതെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ, കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആ യഥാർത്ഥത്തിൽ കാണുന്നത് അവിടെയാണ്.